അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഒന്ന് വായിക്കാം. ഈസ അലൈഹിസ്സലാം അപകടകരമാണ്, പരിശുദ്ധ ഖുർആൻ, സ്വഹാബികൾ, സുന്നത്ത് ജമാഅത്ത്, ഔലിയാ. അപ്പോൾ ഒന്നാമത്തേതിനോട് യോജിച്ചത് ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് അപകടകരമാണ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? അപകടകരമാണ്. ഇനി രണ്ടാമത്തത്, ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാണ്? സുന്നത്ത് ജമാഅത്ത്. അപ്പോൾ അവിടെ സുന്നത്ത് ജമാഅത്ത് എന്ന് എടുത്തെഴുതുക. ഇനി മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം ഉണ്ടായിരുന്നു. ആരാണ്? സ്വഹാബികൾ. 1,00,000-ൽ പരം സ്വഹാബികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നാലാമത്തത്, മഹാത്മാക്കൾക്ക് നാം പറയുന്നു. മഹാത്മാക്കൾക്ക് നാം പറയുന്ന പേരാണ് എന്ത്? ഔലിയാ. അപ്പോൾ അവിടെ ഔലിയാ എന്ന് എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അതേതാണ്? പരിശുദ്ധ ഖുർആൻ. അപ്പോൾ അവിടെ പരിശുദ്ധ ഖുർആൻ എന്ന് എഴുതുക. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണാനന്തരവും, ജീവിതകാലത്തെന്ന പോലെ മഹാത്മാക്കൾക്ക് മരണകാലവും ബാക്കി എന്താണ്? കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവിടെ കറാമത്തുകൾ ഉണ്ടാകുന്നതാണ് എന്നാണ് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത്, സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഖുലഫാ ഉർ റാഷിദൂൻ. അപ്പോൾ അവിടെ ഖുലഫാ ഉർ റാഷിദൂൻ എന്ന് എഴുതുക. ഇനി മൂന്നാമത്തത്, ഔലിയാക്കൾക്ക് യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാകില്ല. ഔലിയാക്കൾക്ക് യാതൊരുവിധ ഭയവും ദുഃഖവും ഉണ്ടാവുകയില്ല. ഇനി അടുത്തത് നാലാമത്തത്, ഇന്ന ശിർക ലളുൽമുൻ അളീമുൻ. അപ്പോൾ അവിടെ അളീമുൻ എന്നാണ് എഴുതാനുള്ളത്. ഇന്ന ശിർക ലളുൽമുൻ അളീമുൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഇനി അടുത്തത് അഞ്ചാമത്തത്, വഇൻ കാനല്ലാഹു യുജ്രീക ഫഅസ്അലുൽ വാഹിദൽ ഖഹാറ. ബാക്കി എന്ത് വരും? അൻ യുജ്രീക. അവിടെ അൻ യുജ്രീക എന്ന് വരും. നൈൽ നദിയോട് ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയ ഒരു കത്തിൻ്റെ ഭാഗമാണ് അല്ലേ? കത്തിലെ ഒരു വാചകമാണ് ഇത്. ഏത്? വഇൻ കാനല്ലാഹു യുജ്രീക ഫഅസ്അലുൽ വാഹിദുൽ ഖഹാറ അൻ യുജ്രീക. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഏകദേശം അർത്ഥം ഏത് രൂപത്തിലാണ് വരുന്നത്? നിന്നെ ഒഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ, വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി അടുത്ത ഭാഗം, മൂന്നാമത്തെ ഭാഗം നോക്കാം. 2 വീതം എഴുതാം. അപ്പം ഓരോന്നിനും 2 വീതം മാത്രം എഴുതാനാണ്. അപ്പം ആദ്യത്തെ നോക്കാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. അപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ കുറേ 10ഓളം പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് അബൂബക്കർ ബിൻ അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലിയു ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ സെയ്ദിൻ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള കുറേ 10ഓളം സ്വഹാബിമാരുടെ പേര് പഠിക്കുന്നുണ്ട്. അതിലേതെങ്കിലും 2 മാത്രം എഴുതുക. ഒന്ന് അബൂബക്കർ ബിൻ അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. മുബ്തദികളുടെ ചില അടയാളങ്ങളാണ്
എഴുതാൻ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഏതെങ്കിലും 2 അടയാളങ്ങൾ മാത്രം എഴുതുക. ഏതൊക്കെയാണ്? മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക, ജുമായുടെ 1-ാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക, 20 റക്അത്ത് തറാവീഹിനെയും സുബഹിലെ ഖുനൂത്തിനെയും അനാചാരമാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? മുബ്തദിഉകളുടെ ചില അടയാളങ്ങൾ. അതിലേതെങ്കിലും 2 മാത്രം എഴുതുക. ഇനി 3-ാമത്തത്, കർമ്മപരമായ കാര്യങ്ങൾ തെളിവു സഹിതം വിശദീകരിച്ച ഇമാമുകൾ. അതാരൊക്കെയാണ്? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, പിന്നെ ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം ഷാഫി റഹിമഹുല്ല, പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. അപ്പം ഇതിലേതെങ്കിലും 2 ആളുകളുടെ പേര് മാത്രം എഴുതുക. ഇനി 4-ാമത്തത്, വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവു സഹിതം വിശദീകരിച്ച ഇമാമുകൾ. അതാരൊക്കെയാണ്? അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ല, പിന്നെ ഇമാം അബൂ മൻസൂരിനിൽ മാതുരിദി റഹിമഹുല്ല. ഇനി അടുത്ത ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. സ്വഹാബത്തിന്റെ വിശേഷണം ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ത്? എന്താണ്? എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് 2-ാമത്തത്, മുഅ്ജിസത്തുകൾ മരണാനന്തരം നിലനിൽക്കുന്നതാണ്. ആരുടെ? അതിൻ്റെ ഉത്തരം പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ മരണാനന്തരം നിലനിൽക്കുന്നതാണ്. ഇനി വ്യക്തമാക്കാം. ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്ത്? അപ്പം അതിൻ്റെ ഉത്തരം, ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. അപ്പം ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ എന്നാൽ. ഇനി 2-ാമത്തത്, കറാമത്ത് എന്നാൽ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ഒന്നുകൂടെ നോക്കാം. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ഇനി 3-ാമത്തത്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? അതിൻ്റെ ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയ്ക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തത് 4-ാമത്തെ ഭാഗം, ആശയം എഴുതാം. വകുല്ലുൻ ഫി ഫലക്കിൻ യസ്ബഹൂൻ. അതിൻ്റെ ആശയം എഴുതാനാണ്. അപ്പം എന്താണ് അതിൻ്റെ ആശയം? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.